വെൽക്കം ടു മൈ ചാനൽ. അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളെ നമ്മൾ കണ്ടിട്ട്, അപ്പോൾ നാളെ പെസഹയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിനുമ്പോൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും ക്വിക്കായിട്ട് ഒന്നും കൂടെ ഇടാം. ഇതിപ്പോൾ 1 കിലോ അരിക്ക് 1 തേങ്ങ എന്ന രീതിയിൽ നമ്മൾ ഇത് തേങ്ങ ആദ്യമേ വറുത്ത് വെച്ചു. അത് ചുമന്നുള്ളി ഒരു 1/2 കിലോ, 1 കിലോ 1/2 കിലോ വേണ്ട, ഒരു 250 ഗ്രാം മതി 1 കിലോ അരിക്ക്. പിന്നെ ഈ ഒരു തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, ഒരു 5-6 ചുമന്നുള്ളി, വെളുത്തുള്ളിയും കൂടി ജീരകവും കൂടി അരച്ച് പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ലൈക്ക് 1 കിലോ അരിക്ക്, ഇപ്പോൾ അരിയും ഉഴുന്നും കൂടി അരച്ച് വെച്ചേക്കാണ്. 1 കിലോ അരിക്ക് 1/2 കപ്പ് ഉഴുന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടാൽ മതി. പക്ഷേ അതിൻ്റെ കോൺസിസ്റ്റൻസി ഇതിങ്ങനെ കണ്ട മുറിഞ്ഞ് വീഴുന്ന പാകമായിരിക്കണം. ഒത്തിരി വാട്ടറി ആവരുത്. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ ഇത് ഒരു 1/2 കിലോ ഉള്ളി, ചെറിയ ഉള്ളി വറുത്തെടുത്തത്. ഇതൊരു തേങ്ങ 1 കിലോയ്ക്ക്, 2 കിലോയ്ക്ക് 2 തേങ്ങ. അത് ചെറുതായിട്ട് കൊത്തി വറുത്തെടുത്തത്. അതിൻ്റെ പുറമൊക്കെ ചിരണ്ടി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സോൾട്ട്, സാധാ സോൾട്ട് ഉപയോഗിക്കാം, ഇത് ഹിമാലയൻ സോൾട്ട്. പിന്നെ ജീരകം, കുറച്ച് വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ തേങ്ങ. അപ്പോൾ അരി ഉഴുന്ന് നമ്മൾ അരച്ച് ചേർത്തു. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചേർക്കേണ്ടത് ഈ തേങ്ങയുടെ ഒരു മുറിയും ഈ വെളുത്തുള്ളിയും 1 സ്പൂൺ ജീരകവും അതും കൂടി അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് റെഡിയാക്കാം. അപ്പം നമ്മുടെ മിക്സ് റെഡിയായി. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി അരച്ചത് അതും ചേർത്തു. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത്, പിന്നെ ഉള്ളി വറുത്ത് വെച്ചത് എല്ലാം കൂടി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഉണ്ടാക്കണം. ഉഴുന്നിട്ടത് കൊണ്ട് അത് പുളിക്കാൻ അനുവദിക്കരുത്. അതിന് പുളിപ്പില്ലാത്ത അപ്പമാണല്ലോ വേണ്ടത്. പിന്നെ ഇത് നമ്മൾ തീയിൽ ചുട്ടെടുക്കണം. ഇനിയിപ്പോൾ മിക്സ് റെഡിയായി കഴിഞ്ഞു. സോ 1 കിലോ റൈസ്, ദെൻ ഹാഫ് ഗ്ലാസ് ഓഫ് ഉഴുന്നും പരിപ്പ്, ഉർദ് ദാൽ, ദെൻ ഹാഫ് ഓഫ് തേങ്ങ, then some onions and some garlics. Tanga and garlics and onion we need to grind. So the rice should be soaked previous night, and the urdu dal as well. So 1 kilo rice, half cup of urdu dal will do. Then you need to taste the salt. Add some salt. If the salt is okay, then that is the right mixture. So we are going to make it now. അപ്പോൾ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഞാനൊരു 200 ഡിഗ്രിക്ക്. അത് ആക്ച്വലി നമ്മൾ മുകളിൽ ഫാൻ വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് അപ്പം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ പാൻ വെച്ചു. അതിൽ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ അല്പം ഓയിൽ ഒഴിക്കണം. ഫ്രൈ പാൻ വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. നല്ല കട്ടിയുള്ള ഫ്രൈ പാനാണ് നല്ലത്. നാട്ടിലേക്കാണെങ്കിൽ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒലിവെണ്ണ വിട്ടിക്ക് എണ്ണയാണ് ഉപയോഗിച്ചത്. അത് ഫ്രൈയിങ്ങിനും നല്ലതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിത് ഒരു കയ്യിൽ ഒഴിക്കുക. ഒഴിച്ചിട്ട് ശരിക്കും പരത്തി കൊടുക്കണം. ഇനി ഇത് ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിൻ്റെ മീതെ കുരിശ് വയ്ക്കാനായിട്ട്. നമ്മുടെ അപ്പം മറിച്ചിട്ട് അത് മൊരിഞ്ഞു ഈ പാകമായി. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് മൊരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കാണെങ്കിൽ തീ കത്തിച്ചിട്ട് അതിൻ്റെ മീതെ കലം വെച്ചിട്ട് അങ്ങനെ ചെയ്യും. ഇവിടെ ഞാൻ ഈ ഓവൻ ചൂടാക്കിയിട്ട് നേരത്തെ ഫ്രീ ഹീറ്റ് വെച്ചല്ലോ, ഇതിലേക്ക് അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും കിടക്കണ്ട. അപ്പോഴേക്കും അപ്പം അതിൽ കിടന്ന് കറക്റ്റ് ആയിക്കോളും. കണ്ടോ, ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. അപ്പം ഒഴിക്കണം. അപ്പം ഞാൻ ഇതിലെങ്ങനെയാണ് കുരിശ് വയ്ക്കുന്നതും കൂടി നിങ്ങൾ കാണിച്ചു തരാം. പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടേണ്ട തൊട്ട് മുമ്പ് അതിൽ കുരിശ് വെക്കണം. കുരുത്തോല കൊണ്ടാണ് കുരിശുണ്ടാക്കുന്നത് കേട്ടോ. അതിപ്പോൾ കുരുത്തോല ഞാൻ ക്ലീനാക്കി മുറിച്ച് ഇങ്ങനെ കുരിശാക്കി വെച്ചിരിക്കുകയാണ്. കുരിശുണ്ടാക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകം കാണിക്കണ്ടല്ലോ. ഇവിടെ ഇത്ര വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ കുരിശ് വയ്ക്കുന്നത്. ഇച്ചിരി വലിപ്പം കൂടുതലായി ആക്ച്വലി. എന്നിട്ട് നമ്മൾ
ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. എന്നാലാണ് അപ്പത്തിൽ ആ കുരിശിൻ്റെ പാട് വരുന്നത്. ഉണ്ടാവും. ഇങ്ങനെയാണ് അത് കുരുത്തോൽ വെച്ചിട്ട് കുരിശപ്പം ഉണ്ടാക്കുന്നത്. ഇനി ഇത് മറിച്ച് കഴിയുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും. നമുക്ക് പതുക്കെ ഓവനിലേക്ക് വെച്ച അപ്പം നോക്കാം. ഓക്കെ, ഓവനിൽ വെച്ച അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം മോൾ ഭാഗം മുരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ അത് അടിയിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അപ്പം റെഡിയായി. കുറച്ച് കൂടുതൽ അപ്പം ഉണ്ടാക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒറ്റയടിക്കേണ്ടി നിൽക്കുന്ന 6 അപ്പം റെഡിയായി. അങ്ങനെ നമ്മുടെ പെസഹ അപ്പം റെഡി ആയിരിക്കുന്നു. അപ്പോൾ നാളെ ഇപ്പോൾ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. നാളെ ഇനി പാലുണ്ടാക്കണം. അപ്പോൾ പെസഹ അപ്പം ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. നാളെ എല്ലാവരും പെസഹ അപ്പം ഉണ്ടാക്കി ഈസ്റ്റർ ആഘോഷിക്കുക, പെസഹ ആഘോഷിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെസഹ അപ്പത്തിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ റെസിപ്പി ഒന്നും കൂടി ഷോർട്ടായിട്ട് ഞാൻ പറയാം. അതായത് 1 കിലോ അരിക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന്, 1 തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വറുത്തത്, പിന്നെ ഒരു 100 ഗ്രാം ചുമന്നുള്ളി വറുത്തത്. അപ്പോൾ തലേദിവസം അരിയും ഉഴുന്ന് പിന്നെ കുതിരയിടുന്നത് അരച്ചിട്ട് അപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം, അത് ഉള്ളിയും തേങ്ങയും, ഈ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചുമന്നുള്ളിയും 1 അരമുറി തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ജീരകവും കൂടി അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് മുറിഞ്ഞ് വീഴുന്ന പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ നിന്ന് ഒഴിക്കുമ്പോൾ ദോശയുടെ മാവിൻ്റെ പോലെയല്ല, ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവണം ആ മാവിന്. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് അപ്പം ഇങ്ങനെ വലുതാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് ഓയിലിട്ട് വറുത്തിട്ട് ഒരിത് വെന്ത് കഴിയുമ്പോൾ ഓവനുള്ളവർക്ക് അതിനകത്തേക്ക് വെച്ചാൽ നന്നായിട്ട് മുരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നാട്ടിലെ പഴയ രീതിയിൽ അടുപ്പിൽ തീ കത്തിച്ച് പിന്നെ വേറൊരു കളത്തിൽ മീതെ തീ വെച്ച് ആ തീ അതിൻ്റെ മീതെ വെച്ച് ഒക്കെ അമ്മ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് പെസഹ ആചരിക്കാം. എല്ലാവർക്കും പെസഹയുടെ ആശംസകളും ഈസ്റ്ററിൻ്റെ ആശംസകളും. ഇനി പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അമ്മയുടെ അറിവുകളിൽ. ബൈ ബൈ ഫോർ ടുഡേ. ഹാവ് എ നൈസ് വീക്കെൻഡ് ആൻഡ് എൻജോയ് യുവർ ഹോളി വീക്ക്.